വീടിനുള്ളിൽ ഇനി വിഷപ്പാമ്പുകൾ കയറുമെന്ന പേടി വേണ്ട. കനത്ത ചൂടിനൊപ്പം പാമ്പുകളെയും പേടിച്ച് കഴിയുന്ന മലയാളികൾക്ക് ഇനി ആശ്വസിക്കാം. വയർലെസ് സ്നേക്ക് ക്യാച്ചർ ഡിവൈസ് എന്ന നൂതന കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് മുഹമ്മ സ്വദേശി ഋഷികേശ്. ഒരു പരിശീലനവും കൂടാതെ ഏതൊരു സാധാരണക്കാരനും ഇനി വീടുകളിലും പരിസര പ്രദേശങ്ങളിലും കയറുന്ന പാമ്പിനെ പിടികൂടാം എന്നതാണ് ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകത. അതിനായി ഇനി കെണിയൊരുക്കി കാത്തിരിക്കേണ്ട. തൃശൂർ കോടാലിയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളിൽ ഒരാൾ പാമ്പുകടിയേറ്റ് മരിക്കാനിടയായ സാഹചര്യമാണ് ഇങ്ങനെയൊരു ഉപകരണം കണ്ടുപിടിക്കാൻ ഋഷികേശിന് പ്രചോദനമായത്. ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പുകൾ പലപ്പോഴും ഈ പൈപ്പുകളിലും മാളങ്ങളിലും കയറുന്ന ഒരു പ്രവണത പാമ്പുകൾക്കുണ്ട്. ആ ഒരു ടെൻഡൻസി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടുതലും പാമ്പുകൾ ഒരു 90 ഡിഗ്രി ചേർന്നുള്ള പ്രതലത്തിൽ, അതായത് നമ്മളുടെ ഭിത്തിയും പറമ്പും ഭിത്തിയും കൂടി ചേരുന്ന ആ ഒരു കോർണറിലൂടെയാണ് പാമ്പുകൾ കൂടുതലും സഞ്ചരിക്കുന്നത് വീടിൻ്റെ പരിസരത്ത്. അപ്പോൾ അത്തരം മേഖലകളിൽ പാമ്പിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഈ പൈപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഇപ്പോൾ ആ വരുന്ന പാമ്പ് പൈപ്പിലേക്ക് കയറാനുള്ള പ്രവണത ഉണ്ടാവും. അങ്ങനെ പാമ്പ് കയറി കഴിഞ്ഞാൽ അത് ഒരു 500 മീറ്ററിനുള്ളിൽ വയർലെസ് സിഗ്നൽ അയച്ചിട്ട് നമുക്ക് ആ പാമ്പ് കയറുന്ന ആ നിമിഷം തന്നെ നമുക്ക് പാമ്പ് കയറി എന്നറിയാൻ പറ്റും. മാത്രമല്ല, ഈ പാമ്പിനെ മറ്റേ ആ പൈപ്പിൻ്റെ അറ്റത്തുള്ള ഒരു സഞ്ചിയിലേക്കാണ് പാമ്പ് കയറി പോകുന്നത്. അതിനെ നമ്മൾ സാധാരണ റെസ്ക്യൂർമാർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു ടൈ ചെയ്തിട്ട് പാമ്പിനെ സേഫായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. യാതൊരു അപകടം ഉണ്ടാകുന്നില്ല. യാതൊരു പരിശീലനം ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പാമ്പ് കയറിയെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. കാരണം തവളയോ എലിയോ എന്തെങ്കിലും കയറുവാണെങ്കിൽ പ്രവർത്തിക്കത്തില്ല. കാരണം 2 സെൻസറുണ്ട്. പാമ്പിൻ്റെ ആ ബോഡി വെയ്റ്റും നീളവും കണക്കിലെടുത്താണ് ആ സെൻസർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തവളയൊക്കെ കയറുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസറിൻ്റെ മുകളിൽ കൂടി കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും അത് മെസ്സേജ് വരത്തില്ല. അപ്പോൾ സൈറൻ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് പാമ്പ് തന്നെയാണെന്നുള്ളത് നിശ്ചയമായിട്ട് ഉറപ്പിക്കാം. തണുപ്പ് അനുഭവപ്പെടുന്ന വീടിന് മൂലകളിലും പൈപ്പുകളിലുമാണ് പൊതുവെ അണലി, വെള്ളിക്കെട്ടൻ പോലുള്ള വിഷം കൂടിയ പാമ്പുകൾ കയറിയിരിക്കുന്നത്. പാമ്പുകളുടെ ഈ പ്രവണത കണക്കിലെടുത്ത് ഇവയുടെ സാന്നിധ്യം കൂടുതൽ ഉള്ള ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഉപകരണം വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ പാമ്പ് കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന റിസീവറിലേക്ക് സൈറൻ മുഴങ്ങി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പൈപ്പിൻ്റെ മറ്റേ അറ്റത്ത് 1 മീറ്റർ നീളമുള്ള സഞ്ചിയും ഉണ്ടാവും. ഈ സഞ്ചിയിലേക്ക് കയറുന്ന പാമ്പിനെ നിഷ്പ്രയാസം ഏതൊരാൾക്കും പിടികൂടാവുന്നതാണ്. ഉപകരണത്തിലെ പൈപ്പിൽ പ്രത്യേകം സജ്ജീകരിച്ച 2 സെൻസറുകളാണുള്ളത്. പാമ്പുകളുടെ നീളം കണക്കിലെടുത്ത് നിർമ്മിച്ച 2 സെൻസറുകൾ ആയതിനാൽ പാമ്പല്ലാതെ തവള, എലി തുടങ്ങിയ മറ്റ് ജീവികൾ കയറിയാൽ സെൻസറുകൾ ആക്റ്റീവാകില്ല എന്നതാണ് ഈ ഉപകരണത്തിൻ്റെ സവിശേഷത. ഉപകരണത്തിൽ 2 അറ്റങ്ങളിലുമുള്ള 2 സെൻസറുകളും ഒന്നിച്ച് ആക്റ്റീവായെങ്കിൽ മാത്രമേ സൈറൻ മുഴങ്ങുകയുള്ളൂ. മറ്റ് ജീവികൾ കയറിയാൽ ഏതെങ്കിലും ഒരു സെൻസർ മാത്രമേ ഓണാവുകയുള്ളൂ. അതിനാൽ സൈറൻ മുഴങ്ങിയാൽ കയറിയത് പാമ്പ് തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ ഈ ഡിവൈസിൽ ഏകദേശം ഒരു 20ഓളം ട്രാൻസ്മിറ്ററുകൾ, അതായത് പാമ്പിനെ ക്യാച്ച് ചെയ്യുന്ന ആ ഡിവൈസ് 20ഓളം യൂണിറ്റുകൾ നമുക്ക് ഒരു റിസീവറിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏരിയയിൽ, ഒരു ജനവാസ മേഖലയിൽ 5, 6, 7 വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ എവിടെ വേണമെങ്കിലും പരിസരത്ത് നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റും ഈ ഒരു റിസീവറിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ട്രാൻസ്മിറ്ററുകൾ എവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു റിസീവർ മാത്രം മതിയാവും. എവിടെയെങ്കിലും ഒരു വീട്ടിൽ റിസീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് ഈ പാമ്പിനെ കൃത്യമായി ഏത് വീടിൻ്റെ പരിസരത്തു നിന്നാണ്, അല്ലെങ്കിൽ ഏത് ട്രാൻസ്മിറ്ററിലാണ്, ഏത് പൈപ്പിലാണ് കയറിയെന്ന് കൃത്യമായിട്ട് റിസീവറിൽ ഇൻഡിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പരിസരത്താണ് വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ പരിസരത്താണ് കയറുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ കറക്റ്റ് റിസീവറിലുണ്ടാവും. അത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വീടിന് തന്നെയാണെങ്കിൽ 4 കോർണറിൽ വയ്ക്കാനായിട്ട് സാധിക്കും. കായലിലെ പോള നീക്കം ചെയ്യുന്നതിനായി ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഉപകരണം, ഇലക്ട്രിക് കമ്പി പൊട്ടിവീണാൽ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം, വീട്ടിലിരുന്നും കിടപ്പ് രോഗികൾക്ക് വോട്ട് രേഖപ്പെടുത്താവുന്ന സംവിധാനം, നെഹ്റു ട്രോഫി വള്ളംകളിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തർക്കങ്ങൾ പതിവായപ്പോൾ അത് പരിഹരിക്കാൻ നടത്തിയ കുറ്റമറ്റ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് മുഹമ്മക്കാരനായ ഋഷികേശ് എന്ന ചെറുപ്പക്കാരൻ നാടിനായി സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കനത്ത ചൂടിനൊപ്പം പാമ്പ് ഭീതിയിൽ കഴിയുന്ന മലയാളിക്ക് ഋഷിയുടെ വയർലെസ് സ്നേക്ക് ക്യാച്ചർ ഡിവൈസ് എന്ന ഉപകരണം ഏറെ ആശ്വാസമായിരിക്കുകയാണ്.